നമസ്കാരം. പ്രിയ എസ് കെ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ആലുവ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ആദിപരാശക്തിയായ പാർവതി ദേവിയുടെ നടതുറപ്പ് മഹോത്സവം 2023 ഡിസംബർ 26 മുതൽ 2024 ജനുവരി 6 വരെയാണ്. ഈ ദിവസങ്ങളിൽ ഈ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥനകൾ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൈവരിക്കാം നിങ്ങളുടെ ആഗ്രഹ സാഫല്യം. നിങ്ങൾ എന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് ആ ആഗ്രഹം നടന്നിരിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ ക്ഷേത്രത്തിലെത്തുക, ഈ ക്ഷേത്രത്തിലെത്തി പൂജകൾ വഴിപാടുകൾ ചെയ്യുക. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് ആഗ്രഹവും സാധിക്കുന്നതാണ്. പ്രധാനമായി ഈ പൂജകൾ ചെയ്തു കഴിഞ്ഞാൽ മംഗല്യഭാഗ്യം, ദീർഘമംഗല്യ ഭാഗ്യം, ഇഷ്ടസന്താനലബ്ധി എന്നീ പ്രധാനമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ പൂജകൾ ചെയ്തു വന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ എത്തി പ്രധാനമായും നിങ്ങൾ ചെയ്യേണ്ട ചില വഴിപാടുകളെക്കുറിച്ച് ഞാനിവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രത്തിലെത്തി താലി സമർപ്പിച്ചാൽ വിവാഹലബ്ധി കൈവരിക്കുന്നതാണ്. പട്ടുപ്പുടവ സമർപ്പിച്ചാൽ കാര്യസിദ്ധി ലഭിക്കുന്നതാണ്. തൊട്ടിൽ സമർപ്പണം സന്താന ലബ്ധിക്കായി ചെയ്യുന്ന പ്രധാന പൂജയാണ്. ജലധാര കാര്യവിജയം, പാപമുക്തി എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഇളനീർധാര മനഃശാന്തിക്ക് വേണ്ടിയും പാപമുക്തിക്കും വേണ്ടി ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു വഴിപാടാണ്. മൃത്യുജയ പുഷ്പാഞ്ജലി രോഗശാന്തിക്ക് വേണ്ടിയും ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടി ചെയ്യുന്നു. ഭാഗ്യ സൂക്ത പുഷ്പാഞ്ജലി ഭാഗ്യം തെളിയാനും സർവ്വ ഐശ്വര്യത്തിനും വേണ്ടി ചെയ്യുന്നു. ഐക്യമധ്യ പുഷ്പാഞ്ജലി കലഹ നിവാരണത്തിനും വേണ്ടി ചെയ്യുന്ന പ്രധാന പുഷ്പാഞ്ജലികളാണ്. ഇതിലെ ജലധാര കാര്യവിജയം, പാപമുക്തി എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള ഒരു പൂജയാണ്. ഇളനീർധാര മനഃശാന്തി, പാപമുക്തി എന്നിവയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രധാന വഴിപാടാണ്. ഈ വഴിപാടുകൾക്ക് പുറമെ മഞ്ഞൾപ്പറ, നെൽപ്പറ, പൂപ്പറ, മലർപ്പറ എന്നീ വഴിപാടുകൾ വളരെ വിശിഷ്ടമാണ്. ഈ ക്ഷേത്രത്തിൽ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള വഴിപാടുകളാണ്. ഈ ക്ഷേത്രത്തിൽ ചെന്ന് ഈ വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമുക്ക് എന്ത് മനസ്സിലാഗ്രഹിക്കുന്നോ ആ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. ശ്രീ മഹാദേവൻ സ്വയംഭൂവായി ശിവപാർവതി ദർശനം നടത്തി ഈ പൂജകൾ പ്രാർത്ഥനകൾ ചെയ്തു വന്നാൽ തീർച്ചയായും നമ്മുടെ ഏതൊരു ആഗ്രഹവും സാധിക്കുന്നതാണ്. പ്രധാനമായിട്ട് ഈ ധനുമാസത്തിലെ തിരുവാതിര മുതൽ 12 ദിവസമാണ് ഇവിടെ പ്രധാനമായിട്ട് ഈ പൂജകൾ പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെത്തി ഈ പ്രധാനമായിട്ടുള്ള വഴിപാടുകൾ പൂജകൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ്. ഈ ക്ഷേത്ര ദർശനം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാം ഈ ജന്മത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ നാം എന്തോ സുഹൃതം ചെയ്തിട്ടുണ്ട്. ആ സുഹൃത ഫലമായിട്ടാണ് ഈ ക്ഷേത്ര ദർശനം നമുക്ക് നടക്കാൻ സാധിക്കുന്നത്. വളരെ പുണ്യമാണ്, ഭാഗ്യമാണ് ഈ ക്ഷേത്ര ദർശനം നടത്തുന്നത്. സർവ്വവിധ ഐശ്വര്യം തന്നെയാണ്. ഈ ക്ഷേത്രത്തിലെത്തി പൂജകൾ ചെയ്ത് മംഗല്യഭാഗ്യം കൈവരിച്ച ധാരാളം ആൾക്കാർ ഉണ്ട്. അതുപോലെ ദീർഘമംഗല്യ ഭാഗ്യം, ഇഷ്ടസന്താന ലബ്ധി കൈവരിച്ച ധാരാളം ഭക്തർ ഈ ക്ഷേത്ര ദർശനം കൊണ്ട് നേടിയിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ ചെന്ന് പ്രാർത്ഥിക്കുക. ഈ 12 ദിവസവും പ്രധാനമായി ഈ ക്ഷേത്രത്തിലെത്തി വഴിപാടുകൾ പൂജ ചെയ്യുന്നത് വളരെ വിശിഷ്ടമാണ്. ഈ ക്ഷേത്രത്തിൽ പല സംസ്ഥാനത്തു നിന്നും ആൾക്കാർ വരുന്നുണ്ട്. അവർ പ്രധാനമായി ഈ ക്ഷേത്രത്തിലെത്തുന്നത് മംഗല്യ ഭാഗ്യ സിദ്ധിക്ക് വേണ്ടിയാണ്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായിട്ട് വഴിപാടുകൾ പൂജകൾ ചെയ്യുന്നത്. അതായത് ഈ ക്ഷേത്രത്തിൽ എത്തി ഏറ്റവും കൂടുതൽ ആൾക്കാർ മംഗല്യഭാഗ്യം കൈവരിച്ചത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. ഈ ക്ഷേത്രത്തിലെത്തിയും പ്രധാനമായി ഈ പറഞ്ഞ പൂജകൾ പ്രാർത്ഥനകൾ ചെയ്ത് വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും കൈവരുന്നതാണ്. നിങ്ങൾ എന്താണ് മനസ്സിലാഗ്രഹിക്കുന്നത് ആ ആഗ്രഹം തീർച്ചയായും സഫലീകരിക്കുന്നതാണ്. ഈ ക്ഷേത്രം എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലെ ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെത്തി നിങ്ങൾ പ്രാർത്ഥനകൾ പൂജകൾ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ഈ ക്ഷേത്രത്തിലെത്തി താലി, പട്ട്, അതുപോലെ ധാര, പുഷ്പാഞ്ജലികൾ എന്നിവ സമർപ്പിച്ചു വന്നാൽ നിങ്ങൾക്ക് സർവ്വവിധ ഐശ്വര്യം കൈവരിക്കുന്നതാണ്. ആലുവ തിരുവൈരാണിക്കുള ക്ഷേത്രത്തിലെത്തി ക്ഷേത്ര ദർശനം നടത്തി സർവ്വവിധ ഭാഗ്യവും നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാൻ മഹാദേവനോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഏവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. ഈ
5 ലക്ഷണങ്ങൾ നിങ്ങളുടെ വീടുകളിൽ തുടർച്ചയായി അനുഭവപ്പെടുന്നു എങ്കിൽ നിങ്ങളുടെ വീടിന് ദൈവിക ശക്തി ഉണ്ടെന്ന് പറയാം, ദൈവത്തിൻ്റെ നിറ സാന്നിധ്യം ഉണ്ടെന്ന് പറയാം. ഈ 5 ലക്ഷണങ്ങൾ പ്രധാനമായി എപ്പോഴൊക്കെ അനുഭവപ്പെടുന്നോ ആ സമയത്ത് ഈശ്വരൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീടിന് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമായി നമ്മുടെ വീടുകളിൽ എപ്പോഴും ഈശ്വര സാന്നിധ്യം നാം അറിയുന്നത് ആ വീട്ടിലുള്ളവർ എപ്പോഴും